അപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഒരു മീൻകറിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ട് പുകയൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോയാലോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചൂടായ വെളിച്ചെണ്ണയ്ക്ക് നമുക്ക് കുറച്ച് ഉലുവയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്കൊരു അരപ്പ് തയ്യാറാക്കിയിട്ടുണ്ട്. തേങ്ങ ഒന്നും നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നമ്മൾ ചാളം മുളക് കറിയാണ്. സവാള, ചുമന്നുള്ളി, ഇഞ്ചി പേസ്റ്റ് രൂപത്തിലാക്കി പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ചുമന്നുള്ളി ഉണ്ട്, തക്കാളി, പച്ചമുളക്, ഇഞ്ചി വരുന്നവരെയും വെളിച്ചെണ്ണ നന്നായിട്ട് അടിച്ചെടുത്ത് മൂടി വെച്ചിരുന്നത്. അപ്പോൾ നമുക്കിനി മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളമൊക്കെ വെക്കാൻ അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ എടുത്ത കയ്യിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ, അതിൽ ഞാൻ 1.5 ടീസ്പൂണാണ് ഇട്ട് കൊടുത്തേക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി കുരുമുളക് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കണം. കുരുമുളകിൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചതച്ചിട്ടായാലും ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെക്കുന്ന ഈ മസാലയിലേക്ക് ഞങ്ങൾക്ക് ആവശ്യത്തിന് കുടംപുളി കൊടുക്കാം. ഇനി ഞാൻ നേരത്തെ അടിച്ച അതേ ജാറിൽ കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് കൊടുക്കാം. തിളച്ചിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന മീനും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം ഇത് നന്നായിട്ട് തിളക്കട്ടെ. ഞാൻ ഈ മീനൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ ആവശ്യത്തിന് പുളി എരിവൊക്കെ നിങ്ങളുടേതായ ഇതിൽ ഇട്ട് കൊടുക്കുക. അപ്പം അടിപൊളി ചാള മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. അപ്പം അടുത്ത കറി അടിപൊളിയാണ്. അതുവരേക്കും തിരിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ കൂടി മുകളിൽ ഒഴിച്ചു കൊടുക്കാം.